ഹലോ ഹായ് നമസ്കാരം. ഞാനിപ്പോൾ നമ്മുടെ ബേബി ഗേൾ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയതേ ഉള്ളൂ. നിവിൻ പോളി നായകനാവുന്ന ഏറ്റവും പുതിയ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ നരേന്ദ്രമോദിജി വന്നിട്ടുള്ളതിന്റെ ഭാഗമായിട്ടുള്ള ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. ഏരീസ് ഫ്ലക്സിൽ ഓടി വണ്ണിലാണ് സിനിമ കണ്ടത്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാഫിക് ബ്ലോക്ക്. പിന്നെ വീട്ടിൽ ചെന്ന് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യലെന്ന് പറയുന്നത് കുറച്ച് സമയം എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാറിലിരുന്ന് തന്നെ ഷൂട്ട് ചെയ്യാണ്. അരുൺ വർമ്മ സംവിധാനം ചെയ്തിട്ടുള്ള, ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, ബോബി സഞ്ജയ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള, സാം സിയസ് മ്യൂസിക് ചെയ്തിട്ടുള്ള, ഫൈസ് സിദ്ദിഖ് സിനിമാറ്റോഗ്രാഫർ ആണ്, എഡിറ്റർ ഷൈജിത് കുമാരൻ ആൻഡ് സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്ന ഫസലെ ബക്കറാണ്. സിനിമ ആസ് എ ഹോൾ ഒറ്റയടിക്ക് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇമോഷൻസ് നല്ലോണം വർക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുള്ള, ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെച്ച് നല്ലോണം പൊക്കിയെടുത്തിട്ടുള്ള, ഓഡിയോ വിഷ്വൽ സൈഡ് ഈ സിനിമ എത്രത്തോളം ഗംഭീരമായി ഈ പറയുന്ന ഇമോഷനും ഉദ്വേഗവും നിലനിർത്താൻ വേണ്ടി പറ്റുമോ അതിനൊക്കെ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു വെൽ മെയ്ഡ് പടമാണ്. പക്ഷേ എനിക്കിതിനകത്ത് കുറച്ച് വിയോജിപ്പുകളും പറയാനുണ്ട്. നമുക്ക് ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണുകയാണെങ്കിൽ ഈ പറയുന്ന ഇമോഷൻ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന കുറെ ഇമോഷൻസ് ഉണ്ട്, കുറെ ചിന്തകളുണ്ട്. ഈ പറയുന്ന ഉദ്വേഗം നിലനിർത്തിക്കൊണ്ട് പല വിഷയങ്ങളെയും ടച്ച് ചെയ്യാൻ സിനിമയ്ക്ക് പല സമയത്തും സാധിക്കുന്നുണ്ട്. നമുക്ക് പതിവ് പോലെ പോസിറ്റീവ്സ് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് സിനിമയുടെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഈ എഡിറ്റും കട്ടും ഒക്കെ വരുന്ന സമയത്ത് വേണമെങ്കിൽ കുറെ പുഷ് സൗണ്ട് ഒക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ആക്കാൻ പറ്റും. പക്ഷെ ഇതിനകത്തൊരു ക്ലീൻ ഫീൽ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന സൗണ്ട് ഒക്കെ വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. സാം സിയസ് അങ്ങനെ പണിയെടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പല സീനുകളും നമുക്ക് വേറൊരു ലെവലിൽ ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിപാടികളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ ഇമോഷൻസും കാര്യങ്ങളും അതുപോലെ അടുത്തത് എന്താണ് എന്ന് പറയുന്ന ഒരു തോന്നലും നമ്മൾ അങ്ങനെ ഹോൾഡ് ചെയ്യിച്ചുകൊണ്ട് പോകുന്നതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഒരു വലിയ പങ്കുണ്ട്. രണ്ടാമത്തെ പോസിറ്റീവ് ഇതിന്റെ വിഷ്വൽ സൈഡാണ്. വിഷ്വൽ എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ട്. ആശുപത്രി ആംബിയൻസ്, ഒരു സ്ഥലത്ത് മാത്രം ഈ കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ഈ കുഞ്ഞിനെ ഒളിപ്പിക്കൽ ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അതൊരു സെറ്റിഡലാണെന്ന് പറയുന്ന സാധനം നമുക്ക് മനസ്സിലാവുന്നതിന്റെ കുറച്ച് സംഭവങ്ങളുണ്ട്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതിന്റെ വിഷ്വൽ അവർ കാണിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ ഫാസ്റ്റ് ആയിട്ടാണ്. ഈ രണ്ട് പോസിറ്റീവും ചേർന്നുണ്ടാക്കുന്ന പോസിറ്റീവാണ് അടുത്തത്, ഈ ഉദ്വേഗം നിലനിർത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത്. അതായത് സിനിമ തുടങ്ങി ആദ്യത്തെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് വീണു. പിന്നെ അന്വേഷണം വരുന്നു, പോലീസുകാർ വരുന്നു, ആൾക്കാർ വരുന്നു. എന്നാൽ ആ ഇമോഷൻ നമുക്കുണ്ട്. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു ടെൻഷൻ അതിങ്ങനെ ബിൽഡ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ സിനിമ വിജയമാണെന്ന് തന്നെ പറയണം. അവസാനം വരെയും അവർക്ക് ആ ഉദ്വേഗം നിലനിർത്താൻ പറ്റുന്നുണ്ട്. ഈ ചില സ്ഥലത്ത് വളരെ കുറഞ്ഞ 1-2 സ്ഥലങ്ങളിൽ ട്വിസ്റ്റിന്റെ എണ്ണം കൂടിയോ എന്ന് പറയുന്ന പോലത്തെ ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ആ ഒരു അടുത്തത് എന്തെന്ന് പറയുന്ന ഫീല് നിലനിർത്താൻ സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. പിന്നെ പറയേണ്ടത് പെർഫോമൻസുകളാണ്. സംഗീത് പ്രതാപ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പുള്ളി ഇമോഷണൽ സാധനങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഞാനൊരു പടി മുകളിലാണ് എന്ന് പറയുന്നത് തുടരും കണ്ടപ്പം അതിലെ പുള്ളിയുടെ ഒരു കരച്ചിൽ കണ്ടപ്പോൾ തന്നെ ഒരുപാട് പേര് മാർക്ക് ചെയ്തതാണ്. അതിനുശേഷം ലാലേട്ടനോട് ഹൃദയപൂർവ്വം ചെയ്തു. ഈ സിനിമയിൽ ലിജോമോളാണ് പുള്ളിയുടെ കൂടെ കൂടുതൽ സമയമുള്ളത്. ലിജോമോൾ എന്നൊക്കെ പറഞ്ഞ പെർഫോമൻസിൽ ഇങ്ങനെ നിൽക്കുന്ന ആളാണ്. അവരുടെ കൂടെ കട്ടക്കി പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് സംഗീത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ലിജോമോൾ അസാധ്യമായിട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് 2 പെയിനാണുള്ളത്. എന്ന് വെച്ചാൽ അതെന്താണെന്നുള്ളത് നിങ്ങൾ സിനിമ കാണുമ്പോഴാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ആ ക്യാരക്ടറിനെ അങ്ങനെ ഹോൾഡ് ചെയ്യാൻ ലിജോമോൾക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയേണ്ടത് ഈ ബേബി ഗേളിന്റെ അമ്മയാണ്. അവരെ സിനിമയുടെ തുടക്കത്തിൽ പേര് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അരിച്ചു പെറുക്കി നോക്കി. പക്ഷെ പുള്ളിക്കാരുടെ പേര് എനിക്ക് കിട്ടിയിട്ടില്ല. പുതുമുഖമാണ്. പക്ഷെ എന്ത് ഗംഭീരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്ത് ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അമ്മ അതിലൊരു ആർട്ടിസ്റ്റ്. മലയാളത്തിൽ നമുക്ക് അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ കൂടി കിട്ടിയിരിക്കുകയാണെന്ന് പറയാൻ തോന്നിപ്പിക്കുന്ന അത്രയും നല്ല പ്രകടനം. പിന്നെ കൊച്ചിന്റെ അച്ഛൻ എന്ന് പറയുന്നു. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും മികച്ച പ്രകടനങ്ങൾ തന്നെയാണ്. പോലീസുകാര്, ഓരോ ആൾക്കാരും. അതിൽ മേജർ രവി വന്ന് ഡയലോഗ് പറയുമ്പോൾ പോലെ അതിന് പഞ്ചുണ്ടെന്ന് പറയുന്ന പോലെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അഭിമന്യു തിലകനാണ് ഇതിലെ ഈ അന്വേഷണത്തിനെ ഫുൾ ഹെഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. പുള്ളിയും അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് നിവിൻ പോളിയാണ്. നിവിൻ പോളി ഈ സിനിമയിൽ വേണ്ടിയിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല. നിവിൻ പോളിനെ പോലെ ഒരു സ്റ്റാർ മെറ്റീരിയലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അത്ര എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ട്രാഫിക് സിനിമയിൽ ശ്രീനിവാസൻ ഉള്ളതുപോലത്തെ ഒരു വേഷമാണ്. നിവിൻ പോളിയെ പോലെ ഒരു സ്റ്റാർ വരുമ്പോൾ അതിനെന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇനിഷ്യൽ കിട്ടും. ഈ സിനിമയ്ക്ക് ആദ്യം കിട്ടേണ്ടുന്ന ഒരു ജനശ്രദ്ധ പിടിച്ചു കൊടുക്കാൻ നിവിൻ പോളിയുടെ സാന്നിധ്യത്തിനെ കൊണ്ട് പറ്റും എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് നിവിൻ പോളിയെ ഡിമാൻഡ് ചെയ്തു. നിവിൻ പോളി ആയതുകൊണ്ട്, ഒരു ഹീറോ ആയതുകൊണ്ട്, നായകനായതുകൊണ്ട് അവനൊരിക്കലും തോക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമായിട്ട് എനിക്ക് ചില ഭാഗങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നിവിൻ പോളി നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷെ നിവിൻ പോളിനെ പോലെ ഒരു സ്റ്റാർ മെറ്റീരിയലിനെ കൊണ്ടുവരാനുള്ള അതുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കുഞ്ഞെന്ന് പറയുന്ന ഇമോഷൻ, ബേബി ഗേൾ ആണ്. ഒരു കുഞ്ഞിനെ കാണാതാവുന്നു, ആ കുഞ്ഞിനെ അന്വേഷിക്കുകയാണ്. അത് ആ ഹോസ്പിറ്റലിൽ സംഭവിക്കുമ്പോൾ മുതൽ ആ ഇമോഷൻ നല്ലോണം, അതൊരു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ്. ആ കുഞ്ഞിനെ ആർക്കും വേണ്ടാന്ന് പറഞ്ഞാലും സ്റ്റേറ്റിന് അതിന്റെ പ്രൊട്ടക്ഷൻ നോക്കേണ്ടതുണ്ട്. പോലീസുകാരുണ്ട്. അവർക്ക് ഇതിനകത്തൊരു ഇമോഷൻ പ്ലസ് അവരുടെ ജോലി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്.
അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിവിൻ പോളിയുടെ ക്യാരക്ടറിന് ഒരു സിറ്റുവേഷൻ കൂടി അയാൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഇമോഷൻ അവിടുത്തെ നേഴ്സുമാരൊക്കെ ഗംഭീര പ്രകടനമായിരുന്നു കേട്ടോ. കുഞ്ഞു ഡയലോഗും ചെറിയ നോട്ടങ്ങളൊക്കെ ആണെങ്കിലും അവരെന്ത് രസമായിട്ട് ചെയ്തേക്കണമെന്നറിയോ. അപ്പം അവരുടെ ഓരോരുത്തരുടെയും ഈ കാര്യത്തിലുള്ള ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ് എത്രത്തോളമാണെന്നുള്ളത് സിനിമയ്ക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. പിന്നെ പല സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പൊ ലിജോ മോളുടെ ഒക്കെ ക്യാരക്ടർ കടന്നു പോകുന്ന ആ സാഹചര്യങ്ങളെയും അതിന്റെ ഇമോഷൻസിനെയും അങ്ങനെ ഇമോഷണലി സിനിമ നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ കുഞ്ഞെന്ന് പറയുന്ന ഇമോഷനും നല്ലോണം അവർ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലെനിക്കൊരു ചെറിയ കാര്യം കൂടി ഉള്ളതെന്ന് വെച്ചാൽ അതിൽ നിന്നാണ് ഈ നമ്മൾ നെഗറ്റീവ് പറയുന്നത്. സഞ്ജയ് ബോബിയുടെ സിനിമകൾ നമ്മൾ നോക്കുമ്പം വളരെ ഉദ്വേഗജനകമായി കഥ ഇങ്ങനെ പറഞ്ഞു പോകുന്നു, അതിനകത്ത് ഇമോഷണൽ സാധനങ്ങളൊക്കെ വരുന്നു, കുറച്ച് ലീഗൽ കാര്യങ്ങളും കുറച്ച് ടെക്നിക്കൽ ടേമുകളും എല്ലാം വന്നിട്ട് ലാസ്റ്റ് ഇവർ മറ്റേ ഇമോഷണൽ കോടതി ആയിക്കളയും. അതായത് ഇമോഷന്റെ പുറത്ത് നമുക്കതങ്ങനെ വിട്ടുകൊടുക്കാം, അതല്ലേ നീതി എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീല് ജനിപ്പിക്കുക എന്ന് പറയുന്ന അങ്ങനെയാണ് ഈ സിനിമയിലും ഉള്ളത്. എനിക്കത് യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഈ സിനിമ അവർ എൻഡ് ചെയ്തിരിക്കുന്ന രീതി, അതില് ആ കാണിച്ചിരിക്കുന്ന സാധനത്തിലേക്ക് നമ്മളെയും അവർ ഇമോഷണലി കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഇമോഷൻ മാത്രമേ ഉള്ളൂ, അതിൽ സെൻസും സെൻസിബിലിറ്റിയും സെൻസിറ്റിവിറ്റിയും ഒന്നും ഇല്ലാത്തൊരു കാര്യമായിരുന്നു. കുഞ്ഞെന്ന് പറയുന്നത് അത് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്ത് വളരേണ്ടുന്ന ഒന്നാണ്. ഒരു ക്ലൈമാക്സിൽ എനിക്ക് ഒരുപാട് വിയോജിപ്പുകളുണ്ട്. പിന്നെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെയൊക്കെ കുറച്ച് കാണുന്നത് പോലെയാണ് ഈ സിനിമയുടെ എൻഡിങ് എന്ന് എനിക്ക് തോന്നി. ഇത്രയും പോലീസുകാർ ഓടിക്കൊണ്ടിരിക്കുന്നു, അവർക്ക് എന്താ ഇത് ചെയ്യാൻ പറ്റില്ലേ, ഇനി അവരായിരുന്നെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും, അങ്ങനെയൊക്കെ. ക്ലൈമാക്സ് ഇസ് നോട്ട്, അതിൽ ഇമോഷൻ മാത്രം വെച്ചിട്ട് അവർ വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കി. ഐ കാണ്ട് എഗ്രി ടു ദാറ്റ്. ഭയങ്കര അങ്ങനെയല്ല അത് വേണ്ടിയിരുന്നത് എന്ന് പറയുന്നത്. ഇമോഷണലി നോക്കുമ്പോൾ അയ്യോ എന്ത് അങ്ങനെയല്ലേ വേണ്ടത് എന്നൊക്കെ പറയുന്ന പോലത്തെ ആ ഒരു സാധനമുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇമോഷണലി എനിക്ക് യോജിക്കാൻ പറ്റില്ല. പക്ഷെ ആസ് എ മൂവി സിനിമ തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ ഇങ്ങനെ ഉദ്വേഗജനകമായി കൊണ്ടുപോവുകയും പിന്നെ ഈ പറയുന്ന ആ ഇമോഷനെ മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സിനിമ കാണാൻ പറ്റുമെങ്കിൽ, പക്ഷെ ഞാൻ അതിന്റെ പ്രാക്ടിക്കൽ വശങ്ങളും കൂടി അതിന്റെ ഇപ്പുറത്തെ സൈഡും കൂടി നോക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു ക്ലൈമാക്സിനോട് യോജിക്കാൻ പറ്റില്ല. ബാക്കി നല്ല രസമുള്ള എൻഗേജിങ് ആയിട്ടുള്ള ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള അനുഭവം എന്നാണ് എനിക്ക് ഈ സിനിമയെ പറയാനുള്ളത്. പിന്നെ കുറച്ച് നല്ല പ്രകടനങ്ങളും നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇട്ടിട്ട് അങ്ങനെ പിടപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട് വിലയിരുത്തേണ്ടതാണ്. അങ്ങനെ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമന്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.